അൻവിറ്റ ബ്രാൻഡിലേക്ക് വന്നിരിക്കുന്ന പ്യൂർ കോട്ടൺ ഫാബ്രിക്കിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഒരു പെക്സിൽ ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോക്കകത്ത് കാണുമ്പോൾ ചിലപ്പോൾ കളറിനകത്ത് ഡിഫറൻസ് ഉണ്ടാവും. ഈ ബ്ലൂവിന്റെ തന്നെ പല ഷെയ്ഡുകളും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കളറിനകത്ത് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ലൊരു വീവ്ഡ് കോട്ടൺ ഫാബ്രിക്, അതായത് വീവിങ്ങിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ്സ് വെച്ചിട്ട് ഫുൾ ആയിട്ടൊരു വീവിംഗ് പാറ്റേണിലേക്കാണ്. അപ്പോൾ ആ ഒരു ഫാബ്രിക്കിന്റെ ഇത് വന്നിരിക്കുന്ന ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്കാണ്. ഇതിന്റെ പ്രിൻസസ് കട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അത് ആ വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രിൻസസ് കട്ട് പാറ്റേണിനെ. അതേപോലെ ഇതിന്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവിന്റെ എൻ പോർഷനിലേക്കും അതുപോലെ തന്നെ ഹെം ലൈനിലേക്കും, അതായത് ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷനിലേക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു സമ്മർ സീസണിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലാർജ് സൈസാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും വീഡിയോക്കകത്ത് പറയാറുണ്ട്, കുറച്ചൊരു ലോവർ ടമ്മി അല്ലെങ്കിൽ ഹിപ്പ് സൈസ് കുറച്ച് കൂടുതലുള്ളവർ കുറച്ച് ഫ്രീ സൈസിലേക്ക് കിടക്കണം എന്നുള്ളൊരു ഒരു സൈസ് വലുതെടുക്കുക. എനിക്ക് ലാർജ് ഇതിനകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് വന്നേക്കുന്നത്. മിഡിലേക്കായിട്ട് ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട്, എ ലൈൻ കട്ടിങ് കൊടുത്തിട്ട് സൈഡ് സ്ലിറ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, വൺ സൈഡ് പോക്കറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1090 റേറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പിലേക്കും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്, വെബ്സൈറ്റിനകത്തും അവൈലബിൾ ആയിട്ടുണ്ട്.